ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രിയ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മലർ വന്നിട്ട് പറയാണ്, പ്രിയ. ഹായ് മലർ. പ്രിയയോട് മലർ ചോദിക്കുകയാണ്, ഞാനും നിൻ്റെ കൂടെ കളിച്ചോട്ടെ? ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ വരാം. അപ്പോൾ പ്രിയ പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുകയാണ്. പ്രിയ പേടിയോടെ പറയാണ്, ഞാൻ നിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടാൽ അമ്മ വഴക്ക് പറയും. അപ്പോൾ നീ എൻ്റെ കൂടെ കളിക്കില്ലേ? ശരി, വാ. അപ്പുറത്ത് പോയിരുന്ന് അമ്മ അറിയാതെ നമുക്ക് കളിക്കാം. ശരി, വാ. ഇതൊക്കെ എടുക്കും മലർ. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്ത് മാറിയിരുന്ന് കളിക്കുകയാണ്. അപ്പോഴാണ് അതുവഴി മുത്തശ്ശി പോകുന്നത്. മുത്തശ്ശി പോകുമ്പോൾ മുത്തശ്ശി ഇവർ കളിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുകയാണ് അവരെ. പ്രിയ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, അമ്മയും മുത്തശ്ശനും എന്തിനാ വഴക്കിട്ടത് മലർ? എനിക്കറിയില്ല പ്രിയ. പ്രിയ വീണ്ടും ചോദിക്കുകയാണ്, ഇനി നീ എൻ്റെ വീട്ടിലേക്ക് വരില്ലേ മലർ? മുത്തശ്ശി ആരെയാണോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് നോക്കുകയാണ് മേഘ അവിടെ വന്ന് നിന്നിട്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി. അപ്പോൾ മുത്തശ്ശി പറയാണ് മേഘയോട്, കണ്ടില്ലേ, മലറിൻ്റെ കൂടെ കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. നാളെ ഞാനും മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയൊക്കെ നിൻ്റെ വീട്ടിൽ വരും. പ്രിയ പെട്ടെന്ന് ചോദിക്കുകയാണ്, എന്തിനാ വരുന്നേ? അത് സിദ്ധുവിൻ്റെയും എൻ്റെ അമ്മയുടെയും വിവാഹം നടത്തുന്നതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അത് കേട്ടപ്പോൾ മേഘ അവിടെ ഒന്ന് നിന്നു. മേഘ അത് കേട്ട് മുത്തശ്ശിയെ നോക്കുകയാണ്. മുത്തശ്ശിയും അതുപോലെ തന്നെ മേഘയെ നോക്കുകയാണ്. പ്രിയ പറയാണ്, ഓ അങ്ങനെയാണോ? അപ്പോൾ മുത്തശ്ശി പറയാണ് മേഘയോട്, എന്താടി മലര് പറയുന്നേ? എന്താ കാര്യമെന്ന് അവളെ വിളിച്ച് ചോദിക്ക്. മേഘ പറയാണ്, അപ്പോൾ മുത്തശ്ശി, മലറിനോട് ദേഷ്യത്തോടെ സംസാരിക്കേണ്ട, ചിലപ്പോൾ പേടിച്ചിട്ട് ഒന്നും പറയില്ല. ഞാൻ അവളോട് ചോദിക്കാം. ശരി, വാ. അപ്പോഴാണ് പ്രിയ അമ്മ വരുന്നത് കാണുന്നത്. എന്നിട്ട് പറയാണ്, അയ്യോ മലർ, അമ്മ വരുന്നു. മേഘ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മലർ, കളിക്കാണോ? ഇങ്ങ് വാ, ഞാൻ വഴക്കൊന്നും പറയില്ല. മേഘ സ്നേഹത്തോടെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കാണ്. നാളെ എന്തിനാ മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? മലർ പറയാണ്, അത് സിദ്ധുവിനും അമ്മയ്ക്കും മഹേന്ദ്രൻ മുത്തശ്ശൻ വിവാഹം നടത്തി കൊടുക്കാൻ പോവുക. അത് കേട്ടപ്പോൾ തന്നെ മേഘ ഞെട്ടി. ഒപ്പം മാലതി മുത്തശ്ശിയും ഒന്ന് ഇരുത്തി മൂളുകയാണ്. അപ്പോൾ മലർ വീണ്ടും പറയാണ്, അതിനെക്കുറിച്ച് ജാനകി മുത്തശ്ശിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഓ, സത്യമാണോ? മേഘ ചോദിക്കുകയാണ്. അതെ, സത്യമായിട്ടോ ആൻറ്റി. മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തന്നെ മുത്തശ്ശി വിളിക്കുകയാണ് മേഘ, എൻ്റെ കൂടെ വാ. മേഘ അപ്പോൾ കുട്ടികളോട് പറയാണ്, ശരി, എന്നാൽ നിങ്ങൾ കളിച്ചോ. അവർ പോയി കഴിഞ്ഞപ്പോൾ പ്രിയ പറയാണ്, മലർ, നിൻ്റെ കൂടെ കളിക്കുന്നത് കണ്ടിട്ടും എന്നെ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ മേഘ ആൻറ്റിയുടെ ദേഷ്യം മാറി. അത് കേട്ട് പ്രിയയും പറയാണ്, അപ്പോൾ നമുക്കിനി സന്തോഷമായിട്ട് കളിക്കാം. ശരിയാണ് പ്രിയ, വാ മലർ, നമുക്ക് കളിക്കാം. മാലതി മുത്തശ്ശി ചോദിക്കുകയാണ് മേഘയോട്, എന്താ മേഘ ഇതൊക്കെ? മലർ പറയുന്നത് കേട്ടാൽ കഥ വേറെ രീതിയിലാവുന്നത് പോലെയുണ്ടല്ലോ. അതെ മുത്തശ്ശി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നം മുളയിലേ നുള്ളിയാലേ പറ്റൂ മേഘ. അതെ മുത്തശ്ശി, സിദ്ധുവും ചന്ദ്രികയും സ്നേഹിക്കുന്ന കാര്യം മഹേന്ദ്രൻ അറിഞ്ഞു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് മകളെ കൊണ്ട് സിദ്ധുവിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. കയ്യോടെ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയാണ് നാളെ മഹേന്ദ്രനും ലക്ഷ്മിയും ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞത്. മേഘ ദേഷ്യത്തോടെ പറയാണ്, മഹേന്ദ്രൻ്റെ അച്ഛൻ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നടക്കില്ല. കാരണം ജാനകി അമ്മായി എന്നെക്കൊണ്ട് സിദ്ധുവിനെ വിവാഹം കഴിപ്പിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുക മുത്തശ്ശി. ഇക്കാര്യം അത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല മേഘ. ഈ രക്തബന്ധം ഉണ്ടല്ലോ, അത് ഭയങ്കര അപകടമാണ്. ജാനകിയെ വളർത്തി വലുതാക്കിയത് മഹേന്ദ്രനാണ്. എന്തൊക്കെയായാലും മഹേന്ദ്രൻ്റെ അനുജത്തിയാണ് ജാനകി എന്ന് ഒരിക്കലും മറക്കരുത്. മേഘയ്ക്ക് പേടിയായി. മേഘ ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി പറയുന്നത്? മഹേന്ദ്രൻ ചന്ദ്രികയ്ക്ക് വേണ്ടി വിവാഹം ആലോചിച്ച് വന്ന് ജാനകിയെ കാണും. ജാനകിയെ നിർബന്ധിപ്പിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചാൽ പിന്നെന്ത് ചെയ്യും? അങ്ങനെയൊന്നും ജാനകി അമ്മയുടെ മനസ്സ് മാറില്ല മുത്തശ്ശി. പറയേണ്ടതുപോലെ പറഞ്ഞാൽ എല്ലാം മാറും. മഹേന്ദ്രൻ ജാനകിയോട് കരഞ്ഞ് കാല് പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെന്ന് വിചാരിച്ചോ? പിന്നെ കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല.
ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് മുത്തശ്ശി പറയുന്നേ? മഹേന്ദ്രന് മുമ്പേ നമ്മൾ തീരുമാനമെടുക്കണം. ജാനകിയോട് ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവളുടെ മനസ്സ് നമ്മുടെ ഭാഗത്താക്കണം. ചന്ദ്രികയെ ഒരിക്കലും ഞാൻ മരുമകളായി അംഗീകരിക്കില്ല. സിദ്ധുവിനെ മേഘയെ കൊണ്ടേ വിവാഹം കഴിപ്പിക്കൂ എന്ന് ജാനകി മഹേന്ദ്രനോട് അവളുടെ നാവ് കൊണ്ട് തന്നെ പറയണം. മുത്തശ്ശി പറയുന്നത് ശരിയാ. ജാനകിയും വാസുവും മുകളിലാണ്. ഞാൻ പോയി അവരോട് പതുക്കെ സംസാരിക്കാം. നീ പുറകെ അങ്ങ് വന്നേക്ക്, മനസ്സിലായോ? ശരി മുത്തശ്ശി. അതേസമയം ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ പൂജാരി പറയാണ്, വന്നോളൂ. ആരുടെ പേരിലാണ് അർച്ചന നടത്തേണ്ടത്? ദേവിയുടെ പേരിൽ. പൂജാരി ചന്ദ്രിക പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പൂജയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. ചന്ദ്രികയോട് പൂജാരി പറയാണ്, നിങ്ങൾ എന്ത് നേടാനാണ് ഇന്ന് അർച്ചന നടത്തിയത്? അത് ഉറപ്പായും നേടിയിരിക്കും. കാരണം നിങ്ങൾ കൊണ്ടുവന്നത് മുളച്ച തേങ്ങയായിരുന്നു. അതെയാ സ്വാമി? അതെ, നിങ്ങളുടെ നല്ല സമയം ആരംഭിച്ചിട്ടുണ്ട്. ചന്ദ്രിക സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, ശരി സ്വാമി, ശരി. ഇതുവാണെങ്കിലോ ചന്ദ്രികയെയും കാത്തുകൊണ്ട് പകുതിക്ക് നിൽക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുറത്ത്. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാർ എന്തിനാ ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ? പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. ശരി, എന്നാൽ അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ. ഓൾറെഡി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാ. ദർശനവും വാങ്ങിച്ചു. ദർശനം കിട്ടിയെന്നോ? എന്താ ചന്ദ്രികയെ, നീയല്ലേ എൻ്റെ ദേവി. നിന്നെ കണ്ടാൽ തന്നെ എനിക്ക് എല്ലാം ലഭിച്ചതുപോലെയാ. സിദ്ധു അതും പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഒന്ന് പോയേ സാറേ, കളിയാക്കാതെ. പിന്നെ ചന്ദ്രിക മെല്ലെ പോയി ക്ഷേത്രത്തിന് വെളിയിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് സിദ്ധു ഇരിക്കുകയാണ്. ചന്ദ്രികയെ, പൂജാരി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഭഗവാന് കൊണ്ടുവന്ന തേങ്ങ മുളച്ചതായിരുന്നു അല്ലേ? നീ വിചാരിച്ചതെല്ലാം നേടുമെന്ന്. അതെ സാർ, പൂജാരി അങ്ങനെ പറഞ്ഞത്. ഓ, എനിക്ക് അറിയാം ചന്ദ്രികയെ, മനസ്സിൽ നീ എന്താണ് വിചാരിച്ചതെന്ന്. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. വീണ്ടും ചന്ദ്രിക ചോദിക്കുകയാണ്, സാറിനൊരു കാര്യം അറിയോ സാർ? എന്ത് കാര്യം? നാളെ സംസാരിച്ചുറപ്പിക്കുകയാണ്. എന്ത് കാര്യം? എന്ത് സംസാരിക്കാൻ പോകുന്നെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ രണ്ടുപേരുടെയും കാര്യം അത് നന്നായി നടക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ദേവിക്ക് അർച്ചന ചെയ്തത്. അതിൽ നിനക്ക് ഒരു സംശയം വേണ്ട, അത് 100% നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. പൂജാരി പറഞ്ഞതുപോലെ എല്ലാം ഭംഗിയായി നടന്നാൽ സന്തോഷം തന്നെയാണ് സാർ. എന്നാലും എനിക്കൊരു പേടിയുണ്ട്. എന്ത് പറ്റി? പറയടോ. സാറിൻ്റെ അമ്മയ്ക്ക് എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. ഇപ്പോൾ എൻ്റെ അച്ഛനോട് പോലും നല്ല ദേഷ്യമാണ്. ഈ സമയം വിവാഹാലോചനയുമായി ചെന്നാൽ എന്ത് നടക്കും എന്ന് പറയാനേ പറ്റില്ല. ഒരുപക്ഷെ ജാനകി മാഡം എന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ സാറ് എന്താ ചെയ്യാൻ പോകുന്നത്? വേറെന്ത് ചെയ്യാനാ, നിന്നെ മറക്കണം, അത്ര തന്നെ. എന്നിട്ട് വേറെ ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ നോക്കി വിവാഹം കഴിക്കണം. സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് നിനക്കറിയാലോ. അതറിഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ശരി, അതെല്ലാം വിട്ടിട്ട് എനിക്ക് പ്രസാദം എന്താ? പ്രസാദമൊന്നും തരുന്നില്ല, പോവാൻ നോക്ക്. എന്താ? എന്ന് പറഞ്ഞ് സിദ്ധുവും എണീറ്റ് പിന്നാലെ വരികയാണ്. പിന്നെ കാണിക്കുന്നത് ജാനകി അവിടെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടാണുള്ളത്. അവിടെ വാസു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരികയാണ്. ജാനകിയാണെങ്കിലോ പക്ഷേ എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ്. വാസു വന്നിട്ട് പറയാണ്, ജാനകി, എന്താ നിനക്കൊരു വല്ലാത്ത വിഷമം പോലെ? അല്ല, രാവിലെ ചേട്ടനെ കണ്ടു, പാത്രങ്ങളൊക്കെ കഴുകി വീട്ടിൽ ഓരോരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ കഴിഞ്ഞ മനുഷ്യനാ. അദ്ദേഹത്തെ ആ കോലത്തിൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്താ ജാനകി, ചേട്ടനോടുള്ള സ്നേഹം നിനക്കങ്ങ് കൂടിയോ? അയാൾ നമ്മളോട് ചെയ്ത ദ്രോഹമൊക്കെ നീ പെട്ടെന്നങ്ങ് മറന്നുപോയോ? നീ ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കാൻ കാരണം തന്നെ അയാളല്ലേ? നിന്റെ ചേട്ടനോട് ദേഷ്യം തോന്നാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു രഹസ്യം നീ എന്നോടും ഒളിപ്പിച്ചു വച്ചില്ലേ? നിനക്ക് നിന്റെ ചേട്ടനോടുള്ള സ്നേഹം അയാൾക്ക് നിന്നോടില്ലല്ലോ. നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കി എനിക്കും അവൾ നല്ലൊരു ജോലി തന്നു എന്നൊക്കെ വിചാരിച്ച് നിന്റെ ചേട്ടനെക്കുറിച്ച് നിനക്ക് വലിയ അഭിമാനമായിരുന്നല്ലോ. പക്ഷേ അയാൾ നിന്റെ കാലൊടിച്ച് നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചെറിയമ്മ വന്നിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെറിയമ്മ ഇവരുടെ സംസാരം കേട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, വരൂ ചെറിയമ്മേ. അല്ല, നിങ്ങളെന്തോ കാര്യമായിട്ട് സംസാരിക്കല്ലേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അതൊന്നും സാരമില്ല, ചെറിയമ്മ വരൂ. എന്താ കാര്യം, പറയൂ ചെറിയമ്മേ.
എനിക്ക് മേഘയെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക. അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്, വിഷമത്തോടെ അപ്പുറം ഇപ്പുറം നോക്കുകയാണ്. എന്നിട്ട് ജാനകി പറയാണ്, എന്താ ചെറിയമ്മേ പറയുന്നത്, കാര്യം പറ. എന്താണെന്നറിയില്ല, മേഘ വല്ലാണ്ട് പേടിച്ചിരിക്കുക. നീയും മഹേന്ദ്രനും സഹോദരങ്ങളാണല്ലോ. ഇന്ന് വഴക്ക് കൂടും, നാളെ ഒരുമിക്കുകയും ചെയ്യും. നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ പിന്നെ അവളെ ആരുമില്ലാത്തവളായി ഒറ്റപ്പെടുത്തി അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടി അവൾക്കുണ്ട്. എന്താ ചെറിയമ്മ ഈ പറയുന്നത്? മേഘയാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നത്. പക്ഷേ മേഘ അടുത്തോട്ട് വന്ന് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള മേഘയെ ഞങ്ങൾ വിട്ടുകൊടുക്കുമോ? വാസുവും പറയാണ്. അപ്പോൾ തന്നെ മാലതി മുത്തശ്ശി ചോദിക്കുകയാണ്, അതിനെന്താ ഉറപ്പുള്ളത്? നാളെ നീയും മഹേന്ദ്രനും ഒരുമിച്ചാൽ അവൻ പറയുന്നതല്ലേ നീ കേൾക്കൂ. അത് കഴിഞ്ഞ് എന്തധികാരത്തിലാണ് മേഘ ഈ വീട്ടിൽ നിൽക്കുന്നത് എന്ന് പറ. ചെറിയമ്മ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയൂ. ഒന്നുമില്ല ജാനകി, മേഘയോട് സിദ്ധുവിനെ നിനക്ക് വിവാഹം കഴിച്ചു തരാം എന്നുള്ള ഉറപ്പായിട്ടുള്ളൊരു വാക്ക് കൊടുത്താൽ അവൾക്ക് പിന്നെ ഒരു സമാധാനമായി. അത് കേട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് ജാനകി പറയാണ്, സിദ്ധുവിനെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാ, എന്നാലും മേഘയ്ക്ക് പേടിയുണ്ട്. ഭാരതിയുടെ വിവാഹം നടത്തുന്നത് മേഘയല്ലേ? അപ്പോൾ അതേ പന്തലിൽ വെച്ച് തന്നെ മേഘയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടത്താമെന്ന് നീ അവൾക്കൊരു വാക്ക് കൊടുത്താൽ അവൾക്കൊരു ആശ്വാസമായിരിക്കും. മേഘ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ് പെട്ടെന്ന് തന്നെ, ചെറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന മേഘയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ചെയ്യേണ്ട കടമ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുമുണ്ട്. മേഘയെ ആദ്യം മുതലേ എനിക്ക് വലിയ ഇഷ്ടമാണ്. മഹേന്ദ്രൻ ചേട്ടനും ലക്ഷ്മി എടത്തിയും മേഘയെ വെറുത്താൽ പോലും ഞങ്ങൾ ഒരിക്കലും അവളെ വെറുക്കില്ല. അവളെ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കും. അതേ ജാനകി, ആരതിയുടെയും ആകാശിൻ്റെയും നിശ്ചയത്തിൻ്റെ അന്ന് തന്നെ മേഘയുടെയും സിദ്ധുവിൻ്റെയും നിശ്ചയവും നമുക്ക് നടത്തിയേക്കാം. അപ്പോൾ ചെറിയമ്മ ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, ചെറിയമ്മേ, ഇപ്പം സന്തോഷമായോ? സന്തോഷമായി. പക്ഷേ ജാനകി ചോദിക്കുകയാണ്, പക്ഷേ എന്താ ചെറിയമ്മേ പറഞ്ഞു വരുന്നേ? ജാനകി, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സാരമില്ല, പറഞ്ഞോളൂ ചെറിയമ്മേ. അതല്ല, മഹേന്ദ്രൻ പക്ഷേ മഹേന്ദ്രൻ്റെ മകൾ ചന്ദ്രികയ്ക്ക് സിദ്ധുവിനെ ആലോചിക്കാൻ വേണ്ടി വന്നാൽ നിൻ്റെ മനസ്സ് മാറില്ലല്ലോ അല്ലേ? അത് കേട്ട് ജാനകി ഒന്ന് ഞെട്ടി. അതുപോലെ തന്നെ വാസുവും ജാനകിയെ തന്നെ നോക്കുകയാണ്. ഇല്ല ചെറിയമ്മേ, ഉറപ്പായിട്ടും ഞാൻ മാറില്ല. മേഘ തന്നെയായിരിക്കണം എൻ്റെ മരുമകൾ. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. എന്തവകാശം പറഞ്ഞ മഹേന്ദ്രൻ ഞങ്ങളടുത്ത് വിവാഹാലോചനയുമായിട്ട് വരുന്നത്? പറയേ. അപ്പോൾ ചെറിയമ്മ പറയാണ്, ഒരുപക്ഷെ വന്നെന്ന് വെച്ചോ. ഇതൊക്കെയായാലും മഹേന്ദ്രൻ ജാനകിയുടെ സ്വന്തം ചേട്ടനാണ്. അവനെ അപ്പോൾ ഇവൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അതാ ചോദിച്ചേ. ജാനകിയുടെ സ്വന്തം ചേട്ടനോ? അങ്ങനെ അയാൾ കരുതിയതെങ്കിൽ എൻ്റെ മേൽ കള്ളക്കുറ്റം ആരോപിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുമായിരുന്നോ? സു തറപ്പിച്ച് പറയാണ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും മഹേന്ദ്രനും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. നീ ഇത് പറയുന്നു, പക്ഷേ മഹേന്ദ്രൻ്റെ മുഖം കണ്ടാൽ ജാനകിക്ക് ഉടനെ മനസ്സ് മാറിയാൽ എന്തു ചെയ്യും? ചെറിയമ്മേ, അതേ ജാനകി, നാളെ നിൻ്റെ ചേട്ടൻ വന്ന് ഞാൻ നിന്നെ വളർത്തിയവനാണ്, എനിക്ക് വേണ്ടി ഇതനുസരിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സ് മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മേഘ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നെ, ഇനിയും അവൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള അവളെ ഞങ്ങൾ ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സിദ്ധുവിന് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് മേഘയുമായിട്ട് തന്നെയായിരിക്കും. അത് കേട്ട് ഒളിച്ചിരുന്ന മേഘ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, റെഡിയായി ഒരുങ്ങിയിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, മലർക്കുട്ടി പോകാമോ? പോകാം മുത്തശ്ശ എന്ന് പറഞ്ഞ് 3 പേര് സന്തോഷത്തോടെ ഒരുങ്ങുകയാണ്. ചന്ദ്രികേ, എന്താ മോളെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. ചന്ദ്രികേ, എന്താണെങ്കിലും മടിക്കാതെ പറയും. ജാനകി മേഡത്തിന് എന്നെ ഇഷ്ടമല്ല. എനിക്ക് വേണ്ടി വിവാഹാലോചനയുമായി അച്ഛൻ പോയാൽ. പെട്ടെന്ന് തന്നെ മഹേന്ദ്രൻ സാർ പറയാണ്, ജാനകിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞത്? നിന്നെ ഒരിക്കലും മരുമകളായി അംഗീകരിക്കില്ലെന്ന് പലതവണ എന്നോട് പറഞ്ഞു. ഇത് ആരാണെന്ന് മനസ്സിലാവാതെ പറഞ്ഞതാണ്. ഇപ്പോൾ നീ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും ഒറ്റ മോളാ. ഞങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? എന്നിട്ടും ചന്ദ്രിക വെങ്ങിപ്പൊട്ടാണ് ജാനകി മേഡത്തിൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം.
അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷവുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.